മുഖവുര ആവശ്യമില്ലാത്ത ഒരു താരകുടുംബം. അതാണ് നടൻ സുകുമാരൻ്റെയും മല്ലിക സുകുമാരൻ്റെയും ഫാമിലി മലയാളികൾക്ക്. 3 തലമുറകൾ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായി സിനിമയിൽ സജീവം. മക്കൾ രണ്ടും അറിയപ്പെടുന്ന യുവനായകന്മാർ. മരുമക്കളിൽ ഒരാൾ അഭിനേതാവും ഫാഷൻ ഡിസൈനറും, എങ്കിൽ മറ്റൊരാൾ മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നിർമ്മാതാവും. 3 കൊച്ചുമക്കളിൽ 2 പേർ സിനിമയിലെത്തി, ഒരാൾ പിന്നണി ഗായികയുമായി. ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, പൂർണിമ, സുപ്രിയ, പ്രാർത്ഥന, നക്ഷത്ര എന്നിവർ മലയാള സിനിമയുടെ ഭാഗമായി കഴിഞ്ഞു. മക്കളും കുടുംബവും സിനിമാ ലോകത്ത് ചുവടുറപ്പിച്ചപ്പോൾ അമ്മ സിനിമയും സീരിയലും ഒരുപോലെ സജീവമായി കൊണ്ടുപോകുന്നു. ചെറിയ വേഷം പോലും മികവുറ്റതാക്കി തീർക്കുന്ന മല്ലിക സുകുമാരൻ്റെ സിനിമയിലെ വേഷങ്ങൾ പലതും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നതായിരുന്നു. അടുത്തിടെയാണ് ചലച്ചിത്ര ജീവിതത്തിൻ്റെ 50 വർഷങ്ങൾ മല്ലിക സുകുമാരൻ പൂർത്തിയാക്കിയത്. ഇന്ദ്രജിത്തും പൃഥ്വിരാജും ജീവിത പങ്കാളികളെ പ്രണയത്തിലൂടെയാണ് കണ്ടെത്തിയത്. വളരെ നേരത്തെ വിവാഹം ചെയ്ത ഇന്ദ്രജിത്തിൻ്റെയും പൂർണിമയുടെയും മൂത്ത മകൾ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉന്നത പഠനത്തിന് ചേർന്ന് കഴിഞ്ഞു. ഇളയ മകൾ നക്ഷത്ര സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. പൃഥ്വിയുടെ മകൾ അല്ലിയും സ്കൂൾ ജീവിതത്തിൻ്റെ തുടക്കത്തിലാണ്. മല്ലികയുടെ മക്കൾ 2 പേരും വളരെ വിരളമായി മാത്രം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ മല്ലിക സുകുമാരൻ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് മല്ലികയുടെ മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും വിശേഷങ്ങൾ ആരാധകർ അറിയുന്നത്. ഏറെ നാളുകൾക്ക് ശേഷം മൂത്ത മകൻ ഇന്ദ്രജിത്തിനൊപ്പമുള്ള മല്ലികയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഫ്ലവേഴ്സ് സ്റ്റാർ മാജിക് എന്ന ഷോയിൽ മകനൊപ്പം അതിഥിയായി മല്ലിക എത്തിയതിൻ്റെ വീഡിയോയാണത്. അമ്മ സ്റ്റാർ സദസ്സിലുണ്ടെന്ന് അറിയാതെയാണ് ഇന്ദ്രജിത്ത് ഷോയിൽ അതിഥിയായി എത്തിയത്. ഷോ തുടങ്ങി കുറച്ചു സമയം പിന്നിട്ടപ്പോൾ പിറകിലൂടെ ഒളിച്ചു വന്ന് മല്ലിക ഇന്ദ്രജിത്തിൻ്റെ കണ്ണുപൊത്തി. അമ്മയാണെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രജിത്ത് സർപ്രൈസറായി. ഒരിക്കലും താൻ ഈ സർപ്രൈസ് പ്രതീക്ഷിച്ചില്ലെന്നും ഭയങ്കര സർപ്രൈസ് ആയിരുന്നുവെന്ന് ഇന്ദ്രജിത്ത് പറയുകയും ചെയ്തു. ശേഷം ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ചു. എൻ്റെ ആദ്യത്തെ മോനാണ് ഇന്ദ്രൻ, അതുകൊണ്ട് ഇവനെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. എനിക്ക് ദൈവം വലിയ ദുഃഖം തന്നുവെങ്കിലും ഈ മക്കളുടെ ബലമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അദ്ദേഹം വേണമായിരുന്നു ഇപ്പോൾ എന്നാണ് മല്ലിക മക്കളെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്. ഇന്ദ്രജിത്ത് സുകുമാരൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നത് കേട്ട് മല്ലികയുടെ കണ്ണു നിറയുന്നതും പ്രൊമോയിൽ കാണാം. സുകുമാരൻ റൊമാൻറ്റിക് ആയിരുന്നുവോ എന്ന ചോദ്യത്തിന് അതെ എന്നായിരുന്നു മല്ലികയുടെ മറുപടി. എന്നാൽ അമ്മ ചുമ്മാ പറയുന്നതാണെന്നും അച്ഛൻ അത്ര റൊമാൻറ്റിക് അല്ലായിരുന്നു എന്നും ഇനിയിപ്പോൾ റൊമാൻസ് ഞങ്ങൾ കാണാതെ പോയതാണോ എന്നും അറിയില്ലെന്നുമാണ് ഇന്ദ്രജിത്ത് പറഞ്ഞത്. ഇപ്പോഴത്തെ ജനറേഷനെ പോലെ പുറത്ത് വലിയ കാണിക്കലുകൾ സുകുവേട്ടനുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനെ പോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ഭർത്താക്കന്മാർ വിരളമാണെന്നേ ഞാൻ പറയൂ എന്നാണ് മല്ലിക ഭർത്താവ് സുകുമാരൻ്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്. സുകുവേട്ടൻ മരിക്കുമ്പോൾ അന്ന് എനിക്ക് 39 വയസ്സാണ്. വീണ്ടും വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞവരുണ്ട്. നാട്ടുമ്പുറത്തെ കാരണവന്മാരൊക്കെ സ്വാഭാവികമായും അങ്ങനെ പറയൂ. കുഞ്ഞുങ്ങളെ നന്നായി വളർത്തണമെന്നത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. ഞാൻ പതറിയാൽ, സങ്കടപ്പെട്ടാൽ അതിൽ നിന്നുള്ള ബലഹീനതയിൽ എൻ്റെ കുഞ്ഞുങ്ങളും തളരും. ജീവിതമെന്നത് മനസ്സിലെ വാശിയായിരുന്നു. മക്കളെ നന്നായി വളർത്തണം. സുകുവേട്ടൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റണമായിരുന്നു. എൻ്റെ മക്കൾക്ക് എന്നോടുള്ള സ്നേഹം കാണുമ്പോൾ അതിൽ വിജയിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മല്ലിക കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത്.